ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഏത്തപ്പഴം എപ്പോഴും കാണുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഏത്തപ്പഴം കുറച്ച് ഹോർലിക്സും തേങ്ങാപ്പാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒരു ദിവസം വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ അത് രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. ഒരു വെറൈറ്റി പായസം. നമ്മളെപ്പോഴും അടപ്പായസം, പിന്നെ സേമിയ പായസമൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്, ക്യാരറ്റ് പായസം. അപ്പോൾ ഇതൊരു വെറൈറ്റി പായസമാണ്. ഇപ്പോൾ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. ചൂട് സമയമൊക്കെയാണല്ലോ, അപ്പം പായസം കുടിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ പായസം ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെയ്യൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചവ്വരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1 കപ്പ് എന്ന് പറയുമ്പോൾ 100 ഗ്രാമാണിത്. 100 ഗ്രാം ചവ്വരിയാണ്. അപ്പോൾ നമ്മുടെ നെയ്യ് ഉരുകിയതിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചവ്വരി ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് ഒന്ന് റോസ്റ്റ് ആയിട്ട് ഒന്ന് കളർ മാറി വരണം. ഒരു ബ്രൗൺ കളറായി വരണം. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചവ്വരിയൊക്കെ നല്ല റോസ്റ്റായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തേങ്ങയുടെ പാല് 1 ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ആദ്യത്തെ പാല് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ മാറ്റി വെച്ച്, പിന്നെ 3/4 ലിറ്റർ വെള്ളത്തിൽ രണ്ടാമത്തെ പാലും എടുത്തു. അപ്പോൾ രണ്ടാം പാലാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത്. ആദ്യത്തെ പാല്, 1-ാം പാല് നമ്മൾ 1 കപ്പ് വെള്ളത്തിലാണ് എടുത്തേക്കുന്നത്. ബാക്കി 3/4 ലിറ്റർ വെള്ളത്തിൽ രണ്ടാം പാലും എടുത്തേക്കാണ് കേട്ടോ. കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തത്. ഇനി തേങ്ങാപ്പാലിൽ സാദാ പാൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചവ്വരിയിൽ കിടന്ന് തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കും. ചവ്വരി ആണ്ട് വേഗം കുറുകി വരും. നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചവ്വരിയും തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒന്ന് വെന്ത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പായസമായാലും നമ്മളൊരു ശകലം ഉപ്പ് ചേർക്കണമല്ലോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. 5 ഏലക്ക പൊട്ടിച്ചതാണ്, ചതച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സാധാ പഞ്ചസാര ആയാലും എടുക്കാം, കുഴപ്പമില്ല. എന്നാലും കുറേ കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ബ്രൗൺ ഷുഗർ ആയിരിക്കും നല്ലത്. ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും വേണം, കാരണം ഏത്തപ്പഴത്തിനൊക്കെ മധുരം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ചവ്വരി ഒന്ന് ഈ ഒരു കുറച്ച് വെന്തതിന് ശേഷമേ നമ്മൾ പഞ്ചസാര ചേർക്കത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ ചവ്വരി അങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. ആദ്യം നമുക്ക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. പിന്നെ മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നാലും ഹോർലിക്സിന് മധുരമുണ്ട്, ഏത്തപ്പഴത്തിന് മധുരമുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് മധുരം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാം കൂടെ ചേർന്ന് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്, തേങ്ങാപ്പാലിൻ്റെയും ഏലക്കായുടെയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക, ഒന്ന് തിളയ്ക്കുന്നിടം വരെ. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണമല്ലോ. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ ചൗവരിയൊക്കെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 ഏത്തപ്പഴമാണ് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതാണ്. കാരണം ഏത്തപ്പഴം എടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് പഴുത്തും പോകരുത്, തീരെ പച്ചയും എടുക്കരുത്. അതായത് മീഡിയം സൈസ് പഴുപ്പാകാവുള്ളൂ. ഈ ഒരു പരുവത്തിന് നമ്മുടെ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി ആ ഏത്തപ്പഴത്തിന് നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ഒരുപാട് നേരം ഇട്ടങ്ങ് വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഏത്തപ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാട് പഴുത്ത ഏത്തപ്പഴം എടുക്കരുത്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് നെയ്യ് കിടന്ന് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ചവ്വരി തേങ്ങാപ്പാൽ ആ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കും. വളരെ പെട്ടെന്ന് നമുക്കൊരു 10-15 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ, 2-3 ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് നമുക്ക് ഒരു പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. ഇനി നമ്മൾ നേരത്തെ 1 കപ്പ് തേങ്ങാപ്പാൽ ആദ്യം മാറ്റി വെച്ചല്ലോ, 1-ാം പാൽ, അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം തേങ്ങാപ്പാൽ നമ്മൾ ഡയറക്റ്റ് ഈ ഹോർലിക്സ് ഇട്ടാൽ മിക്സ് ആകത്തില്ല. ചെറു ചൂടുവെള്ളവും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് തേങ്ങാപ്പാൽ. ഒരു 3 ടേബിൾ സ്പൂൺ ഹോർലിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഹോർലിക്സൊക്കെ ഇപ്പോൾ ചെറിയ പാക്കറ്റിൽ എല്ലാ കടകളിലും, ചെറിയ ചെറിയ കടകളിലെല്ലാം ഉണ്ട്. അപ്പം നമുക്കൊരു 5 രൂപയുടെ ഒരു 4 പാക്കറ്റ് മേടിച്ചാലും മതി കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിന് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഡയറക്റ്റ് നമ്മുടെ പായസത്തിൽ ഹോർലിക്സ് ചേർത്താൽ അത് കട്ടിയായിട്ടിരിക്കും. അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്, അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കാഷ്യൂ നട്ട്സും ബദാമുമാണ് എടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതില്ലെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിൽ അതില്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കപ്പലണ്ടി വറുത്തിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താ നട്ട്സുള്ളത് അതൊക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്, നമ്മുടെ ഇഷ്ടമാണ്. നമുക്കിനിപ്പോൾ കുറേ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിൽ വറുത്തിടണോ അങ്ങനെ ചെയ്യാം. കുറച്ച് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നട്ട്സൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നല്ല തേങ്ങാക്കൊത്താലും നല്ല ടേസ്റ്റാണ്. കപ്പലണ്ടിയും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പായസം ഇച്ചിരി ലൂസായിട്ടിരിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറേ കൂടെ കട്ടിയാവും. ഒരുപാട് ചൂടോടുകൂടിയല്ല ഈ പായസം, കുറച്ച് ചെറു ചൂടോടുകൂടി കുടിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പായസം. വേഗം വെക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ഹോർലിക്സ് കൂടെ നമുക്ക് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മണം നല്ല ഇപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുകയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.